മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ 2017 നടത്തിയ നാസ് അല്ലെങ്കിൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2 വീഡിയോകളിലായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ചോദ്യം 1 മുതൽ 15 വരെ ഭാഷാ പരിശോധനാ ചോദ്യങ്ങളായിരിക്കും. 16 മുതൽ 30 വരെ പരിസര പഠനവും 31 മുതൽ 45 വരെ ഗണിതവും ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഭാഷാ പരിശോധനയിൽ ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. ആരും എന്നോടൊപ്പം കളിക്കുന്നില്ല. സ്കൂൾ വിടാൻ അപ്പോഴും കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. രാജുവും അവരോടൊപ്പം കളിക്കാൻ ചെന്നു. പക്ഷേ ആരും അവനോടൊപ്പം കളിച്ചില്ല. അവന് സങ്കടമായി. കുറച്ച് സമയത്തിനകം ബെല്ലടിച്ചു. എല്ലാ കുട്ടികളും വീട്ടിലേക്ക് മടങ്ങി. രാജുവും വീട്ടിലെത്തി. അവനൊന്നിനും ഒരു താല്പര്യവും തോന്നിയില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന രാജുവിനെ കണ്ട് അമ്മ ചോദിച്ചു, "നീ എന്താ വിഷമിച്ചിരിക്കുന്നത്?" അവൻ പറഞ്ഞു, "ആരും എന്നോടൊപ്പം കളിക്കുന്നില്ലമ്മേ." "വിഷമിക്കേണ്ട. നീ ആവശ്യപ്പെടാതിരുന്നിട്ടാവും അവർ നിന്നെ കൂട്ടാത്തത്. നാളെ നിന്നെയും കൂടെ കൂട്ടാൻ പറയൂ," അമ്മ പറഞ്ഞു. പിറ്റേന്ന് രാജു സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോട് ചോദിച്ചു, "എന്നെ കൂടി നിങ്ങൾക്കൊപ്പം കളിക്കാൻ കൂട്ടാമോ?" കൂട്ടുകാർ അവനെ കൈപിടിച്ച് മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവനും അവരോടൊപ്പം കളിക്കാൻ തുടങ്ങി. അന്ന് അവൻ വളരെ സന്തോഷവാനായിരുന്നു. ഇതാണ് കഥ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശരിയുത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ച് മുകളിലെ കഥയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ശരിയുത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് ചുറ്റും വട്ടം വരച്ച് വെക്കുക. ഒന്നാമത്തെ ചോദ്യം. ആരുമായാണ് കുട്ടികൾ കളിക്കാതിരുന്നത്? മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, രാജുവിനല്ലേ കളിക്കാൻ കൂട്ടാതിരുന്നത്. ഓപ്ഷൻ ബി രാജു. 2. എപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ പോയത്? അവരുടെ അമ്മ വിളിച്ചപ്പോൾ, സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷം, അവരുടെ കളി കഴിഞ്ഞ ശേഷം, കൂട്ടുകാർ അവരോട് വരാൻ പറഞ്ഞപ്പോൾ. ഏതാണ് ശരി? സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷം അല്ലേ? ഓപ്ഷൻ ബി. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 3. പ്രശ്നം കേട്ടതിന് ശേഷം അമ്മ രാജുവിനെ ഡാഷ്. പ്രശ്നം കേട്ടതിന് ശേഷം അമ്മ രാജുവിനെ എന്താ ചെയ്തത്? ശിക്ഷിച്ചു, ഉപദേശിച്ചു, സ്നേഹിച്ചു, പ്രശംസിച്ചു. എന്താ ചെയ്തത്? ഓപ്ഷൻ ബി ഉപദേശിച്ചു അല്ലേ? 4. എന്തിനു വേണ്ടിയാണ് കൂട്ടുകാർ രാജുവിനെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോയത്? അവൻ്റെ ഒപ്പം കളിക്കാൻ, സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കാൻ, പഠിപ്പിക്കാൻ, ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോകാൻ. എന്തിനു വേണ്ടിയാ കൂട്ടുകാർ രാജുവിനെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോയത്? ഓപ്ഷൻ എ അവൻ്റെ ഒപ്പം കളിക്കാൻ. 5. അവൻ അന്ന് വളരെ സന്തോഷവാനായിരുന്നു. അടിവരയിട്ട വാക്കിൻ്റെ വിപരീത പദം എഴുതുക. എന്താണ് അടിവരയിട്ട വാക്ക്? ഏതാണ്? സന്തോഷവാനായിരുന്നു. സന്തോഷവാനായിരുന്നു എന്നുള്ളതിൻ്റെ വിപരീത പദം, ഓപ്പോസിറ്റ് വാക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ദുഃഖിതനായിരുന്നു. ഇനി ഭാഷാ പരിശോധനയിൽ രണ്ടാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. ദാഹിച്ചു വലഞ്ഞ കുരുവി. ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കുരുവി മതിലിനരികിലായി ഒരു ടാപ്പ് കണ്ടു. അവൾ ആ ടാപ്പിനടുത്തേക്ക് ചെന്നു. പക്ഷേ അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. കുരുവി ദാഹജലത്തിനായി തിരഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. അവൾ ക്ഷീണിതയായി ഒരു മരക്കൊമ്പിൽ തളർന്നിരുന്നു. പെട്ടെന്ന് കുട നിറയെ വെള്ളവുമായി പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക് അവൾ വെള്ളം ഒഴിച്ചു. ഉടൻ തന്നെ കുരുവി താഴേക്ക് പറന്നു ചെന്ന് വെള്ളം കുടിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ശരിയായ അക്ഷരത്തിന് ചുറ്റും വട്ടം വരച്ചു വെക്കുക. 6. ആരെക്കുറിച്ചാണ് ഈ കഥ? ദാഹിച്ചു വലഞ്ഞ ഒരു കുരുവി എന്ന് കഥയുടെ പേരുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഒരു കുരുവി. 7. ദാഹജലം തിരഞ്ഞ് തളർന്ന കുരുവി എവിടെയാണ് ഇരുന്നത്? ഒരു കപ്പിന് മുകളിൽ, ഒരു മതിലിൽ, ഒരു ടാപ്പിന് മുകളിൽ, ഒരു വൃക്ഷക്കൊമ്പിൽ. എവിടെയാണ് ഇരുന്നത്? ഒരു ടാപ്പിന് മുകളിൽ. ഓപ്ഷൻ സി ഒരു ടാപ്പിന് മുകളിൽ. അടുത്ത ചോദ്യം. കുരുവി എന്താണ് തിരഞ്ഞുകൊണ്ടിരുന്നത്? ഭക്ഷണം, വെള്ളം, പെൺകുട്ടിയെ, കപ്പ്. എന്താണ്? കഥ വായിച്ചിട്ട് കിട്ടിയില്ലേ? കുരുവി എന്താ തിരഞ്ഞുകൊണ്ടിരുന്നത്? ഓപ്ഷൻ ബി വെള്ളം.
മതിലിന് സമീപം കുരുവി ഒരു ഡാഷ് കണ്ടു. മതിലിന് സമീപം കുരുവി എന്താണ് കണ്ടത്? ഒരു ടാപ്പ് കണ്ടു അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ വെച്ചിരുന്ന പാത്രത്തിലാണ് പെൺകുട്ടി വെള്ളമൊഴിച്ചത്? വൃക്ഷത്തിന് താഴെ, ചെടിക്ക് സമീപം, ടാപ്പിനടുത്ത്, മേൽക്കൂരയ്ക്ക് താഴെ. ഉത്തരം ഓപ്ഷൻ എ, വൃക്ഷത്തിന് താഴെ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന കലണ്ടർ ശ്രദ്ധിക്കുക. കലണ്ടർ നന്നായി ശ്രദ്ധിക്കുക, നന്നായി വായിച്ചു നോക്കുക. എന്നിട്ട് ശരിയായ ഉത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കുക. ശരിയായ ഉത്തരം നേരത്തെ ചെയ്തതുപോലെ തന്നെ അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കുക. ജനുവരി 14 ഏത് ദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്? കലണ്ടറിൽ ജനുവരി 14 നോക്കുക. പ്രത്യേകതയുള്ള ദിവസം മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ജനുവരി 14 പൊങ്കൽ അല്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. 2017 ജനുവരിയിൽ എത്ര ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നു? 2017 ജനുവരിയുടെ കലണ്ടറാണ്. അതിൽ എത്ര ഞായറാഴ്ചകളാണ് ഉള്ളത്? 1, 2, 3, 4, 5 അല്ലേ? ഓപ്ഷൻ സി 5. 2017 ജനുവരിയിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഏത് തീയതിയാണ്? അവസാനത്തെ വെള്ളിയാഴ്ച നോക്കുക. ഏതാണ് തീയതി? 27 അല്ലേ? ഓപ്ഷൻ ബി 27. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹരി ഏത് ദിവസമായിരുന്നു? ഓപ്ഷൻ ഡി വെള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹരിക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ച ഏത് തീയതിയാണ്? ലോഹരി കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഞായറാഴ്ച ഏത് തീയതിയാണ്? 15 അല്ലേ? ഓപ്ഷൻ സി 15-ാം തീയതി. ഭാഷാ പരിശോധനയുടെ 15 ക്വസ്റ്റ്യൻ പൂർത്തിയായി. ഇനി 16ാമത്തെ ചോദ്യം മുതൽ പരിസര പഠനമാണ്. പരിസര പഠനത്തിലത്തെ 1ാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ ഒരു തവള, ഒരു കല്ല് എന്നിവ കാണുന്നില്ലേ? നിങ്ങൾ ഇവയ്ക്കരികിലെത്തി കൈയടിക്കൂ. എന്ത് സംഭവിക്കും? തവള ചാടും, പക്ഷേ കല്ല് ചാടുന്നില്ല. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, കല്ല് ഒരു ജീവനുള്ള വസ്തുവാണ്, തവള ജീവനില്ലാത്തതാണ്. കല്ല് ജീവനില്ലാത്ത വസ്തുവാണ്, തവള ജീവനുള്ളതാണ്. കല്ലും തവളയും ജീവനില്ലാത്തവയാണ്, കല്ലും തവളയും ജീവനുള്ളവയാണ്. ഏതാണ് ശരി ഉത്തരം? കല്ല് ജീവനില്ലാത്ത വസ്തുവാണ്, തവള ജീവനുള്ളതാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ വിട്ടതിന് ശേഷം നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ അവശേഷിക്കുന്ന ജലത്തിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം എന്ത്? എവിടെയെങ്കിലും കളയുക, കൂട്ടുകാരൻ്റെ മേൽ ഒഴിക്കുക, അത് വെച്ച് കളിക്കുക, ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുക. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ ഡി അല്ലേ? ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കേണ്ടത്? കേക്കും ബിസ്ക്കറ്റും, ഉപ്പേരി പോലുള്ള വറുത്ത ഭക്ഷണ സാധനങ്ങൾ, പാലും പഴങ്ങളും, മധുര പലഹാരങ്ങൾ. ഏതായിരിക്കും? ഓപ്ഷൻ സി പാലും പഴങ്ങളും. റോഡിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ട്രാഫിക് സിഗ്നൽ കാണാറുണ്ട്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നതെന്ത്? സ്കൂൾ അടുത്തുണ്ട്, ആശുപത്രി അടുത്തുണ്ട്, ഉദ്യാനം അടുത്തുണ്ട്, കളിസ്ഥലം അടുത്തുണ്ട്. എന്താണ്? സ്കൂൾ അടുത്തുണ്ട് എന്നല്ലേ? അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? എന്താണ് അവിടെ ചെയ്യുന്നത്? മൺപാത്രം ഉണ്ടാക്കുന്നത് അല്ലേ? ഓപ്ഷൻ ബി മൺപാത്രങ്ങൾ നിർമ്മിക്കൽ. ഈ മാസം എൻ്റെ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എനിക്കിപ്പോൾ ഒരു കുഞ്ഞനുജത്തി ഉണ്ട്. എങ്ങനെയാണ് എൻ്റെ കുടുംബം മാറിയത്? ഉത്തരം ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? എൻ്റെ കുടുംബം ഇപ്പോൾ വലുതായിരിക്കുന്നു, എൻ്റെ കുടുംബം ഇപ്പോൾ ചെറുതായിരിക്കുന്നു, ഒരു മാറ്റവുമില്ല, എനിക്കെൻ്റെ സഹോദരിയെ ഇഷ്ടമാണ്. ഏതായിരിക്കും ശരി ഉത്തരം? അനിയത്തി കൂടി ഉണ്ടാകുമ്പോഴേ കുടുംബം വലുതാവുകയല്ലേ ചെയ്യുന്നത്? ഓപ്ഷൻ എ, എൻ്റെ കുടുംബം ഇപ്പോൾ വലുതായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിറയെ ചൂടുവെള്ളം ഉള്ള ഒരു കുടം ഒരു ലോഹ പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു. പ്ലേറ്റിൽ എന്ത് മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും? എ, പ്ലേറ്റ് ചൂടാവും, ബി, പ്ലേറ്റ് തണുക്കും, സി, പ്ലേറ്റിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല, ഡി, പ്ലേറ്റ് പൊട്ടിത്തെറിക്കും. ഏതായിരിക്കും ശരി ഉത്തരം? പ്ലേറ്റ് ചൂടാവും അല്ലേ? ഓപ്ഷൻ എ, പ്ലേറ്റ് ചൂടാവും.
രണ്ടാമത്തെ 5 ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതുണ്ട്. അതിനുള്ള വിവരങ്ങൾ കിട്ടാൻ താഴെ പറയുന്നവയിൽ ഏതാണ് അനുയോജ്യമായത്? ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതണം. അപ്പോൾ അതിനുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏതാണ് അനുയോജ്യമായത്? കത്ത്, പാഠപുസ്തകം, കഥാപുസ്തകം, പത്രം. ആനുകാലിക സംഭവം കിട്ടാൻ വേണ്ടി പത്രമല്ലേ വേണ്ടതല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി പത്രം. 24. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏത്? വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏത്? നായ, ആന, സിംഹം, കുതിര, ആന, എലി, അണ്ണാൻ, സിംഹം, ആന, പൂച്ച, പശു, നായ. ഓപ്ഷൻ സി അണ്ണാൻ, സിംഹം, ആന. ശരി ഉത്തരം. അടുത്ത ചോദ്യം. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഒരേ അളവിലുള്ള ജലം ഗ്ലാസ്സിലും പാത്രത്തിലുമായി വെയിലത്തും മരത്തണലിലും വെച്ചിരിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഏത് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ജലം നഷ്ടമാകുന്നത്? വെയിലത്ത് ഗ്ലാസ്സിലും വെച്ചിട്ടുണ്ട്, വെയിലത്ത് പാത്രത്തിലും വെച്ചിട്ടുണ്ട്. മരത്തണലിൽ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്, മരത്തണലിൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം ഏത് പാത്രത്തിലാണ് കൂടുതൽ ജലം നഷ്ടമാകുന്നത്? അപ്പോൾ മരത്തണലിൽ വെച്ച രണ്ടിൽ നിന്നും നഷ്ടം കുറവായിരിക്കും എന്ന് നമുക്കറിയാം. ഇനി സൂര്യപ്രകാശത്ത് വെച്ച ഗ്ലാസ്സിലായിരിക്കോ പാത്രത്തിലായിരിക്കോ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത്? പാത്രത്തിൽ വെച്ചതല്ലേ? അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി പാത്രത്തിൽ വെച്ചത്. അടുത്ത ചോദ്യം. ഒരു ഡാർക്ക് ബോർഡ് കളിയിലെ 4 കളിക്കാരുടെ സ്കോറുകൾ താഴെ കൊടുക്കുന്നു. കളിക്കാർ: രശ്മി, രാകേഷ്, സോഹ, റഹ്മാൻ. രശ്മിക്ക് 0, രാകേഷിന് 50, സോഹക്ക് 150, റഹ്മാന് 100. ഇനി ചോദ്യം ഇതാണ്. ഒരു ഡാർട്ട് ബോർഡിൻ്റെ മധ്യഭാഗത്തെ ബുൾസ് ഐ എന്നാണ് വിളിക്കുക. മധ്യഭാഗത്തെ വിളിക്കുന്നത് ബുൾസ് ഐ എന്നാണ്. ബുൾസ് ഐയിൽ കൊള്ളിക്കുന്നവർക്ക് 50 സ്കോർ ലഭിക്കും. ബുൾസ് ഐയിൽ അതായത് മധ്യഭാഗത്ത് കൊള്ളിക്കുന്നവർക്ക് 50 സ്കോർ കിട്ടും. മറ്റെവിടെയെങ്കിലും കൊള്ളിച്ചാൽ 0 സ്കോറാണ് കിട്ടുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ആരായിരിക്കും ബുൾസ് ഐയിൽ കൊള്ളിച്ചിട്ടുണ്ടാവുക, അതായത് മധ്യഭാഗത്ത് കൊള്ളിച്ചിട്ടുണ്ടാവുക? ഓപ്ഷൻ എ രശ്മിയും രാകേഷും. അപ്പോൾ രശ്മിക്ക് 0 കിട്ടിയത്, രാകേഷിന് 50. അത് ശരിയല്ല. മധ്യഭാഗത്ത് കൊള്ളിച്ചവരുടെ ജോഡിയല്ലേ നമ്മൾക്ക് വേണ്ടത്. ഓപ്ഷൻ ബി റഹ്മാനും രശ്മിയും. റഹ്മാൻ എത്രയാണ് നോക്കുക? 100. രശ്മിക്ക് 0. അപ്പോൾ അതും ശരിയല്ല. 0 വന്നുകൊണ്ട് ശരിയാവില്ലല്ലോ. 50 വേണമല്ലോ. ഓപ്ഷൻ സി സോഹയും രശ്മിയും. സോഹക്ക് 150, രശ്മിക്ക് 0. അതും ശരിയല്ല. ഓപ്ഷൻ ഡി രാകേഷും സോഹയും. രാകേഷിന് 50, സോഹക്ക് 150 അല്ലേ? അപ്പോൾ ഏതാണ് ശരി ഉത്തരം? രാകേഷും സോഹയും. അടുത്ത ക്വസ്റ്റ്യൻ. ചന്തയിൽ വെച്ച് നിങ്ങളുടെ അച്ഛൻ്റെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടാൽ എവിടെയായിരിക്കും നിങ്ങൾ പരാതിപ്പെടാൻ പോകുന്നത്? എവിടെയായിരിക്കും? ഓപ്ഷൻ എ പോലീസ് സ്റ്റേഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന മൃഗങ്ങളുടെ ജോഡികളിൽ ചാടി സഞ്ചരിക്കുന്നവ ഏത്? കുതിര, ഒട്ടകം, പൂച്ച, ആട്, ആന, നായ, മുയൽ, കങ്കാരു. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ കുതിര, ഒട്ടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ബസ് ഡ്രൈവർ ട്രാഫിക് സിഗ്നലിൽ ചുവന്ന വെളിച്ചം കാണുന്നു. എന്താണ് ഡ്രൈവർ ചെയ്യേണ്ടത്? മുന്നോട്ട് തന്നെ പോവുക, ബസ് നിർത്തുക, കുറച്ചുകൂടെ വേഗത്തിൽ മുന്നോട്ട് പോവുക, വേഗത കുറച്ച് മുന്നോട്ട് പോവുക. ഏതാണ് ശരി ഉത്തരം? ബസ് നിർത്തുക അല്ലേ, ചുവപ്പ് സിഗ്നൽ കാണുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിൽ 1 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിന് കൊടുക്കേണ്ട പ്രധാന ഭക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണ്? ചപ്പാത്തിയും പരിപ്പുകറിയും, പഴങ്ങൾ മാത്രം, പച്ചക്കറി സൂപ്പ്, അമ്മയുടെ മുലപ്പാൽ. 1 മാസം പ്രായമായ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി അമ്മയുടെ മുലപ്പാൽ. അടുത്ത ചോദ്യം. നിങ്ങളുടെ സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാണ്. ചുവടെ ചില ക്ലോക്കുകൾ വരച്ചിട്ടുണ്ട്. ഏതിലാണ് ഈ സമയം കാണിക്കുന്നത്? 8 മണി സൂചിപ്പിക്കുന്ന ക്ലോക്ക് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ രൂപമുണ്ടാക്കാൻ ഒരു ചതുര കടലാസ് ചുവടെ കാണിച്ചിരിക്കുന്നവയിൽ ഏത് രീതിയിലാണ് മുറിക്കേണ്ടത്? ഈ രൂപം ഒരു ത്രികോണാണല്ലേ? അപ്പോൾ ചതുര കടലാസ് എങ്ങനെ മുറിക്കണം? ഓപ്ഷൻ ബി അല്ലേ, രണ്ടാമത്തെ രീതിയിലാണ് മുറിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം.
അടുത്ത ചോദ്യം, ചിത്രത്തിൽ ആകെ എത്ര പൂക്കളുണ്ടെന്ന് കണക്കാക്കുന്നതിന് താഴെ കൊടുത്ത ക്രിയകളിൽ ഏത് ഉപയോഗിക്കണം? ഒരു പോട്ടിൽ 3 എണ്ണമാണ് കാണുന്നത്. അപ്പോൾ 6 പോട്ടുകളുണ്ട്. 6 പോട്ടിൽ 3 എണ്ണം വീതമുണ്ട്. അപ്പോൾ ഏത് ക്രിയ ആയിരിക്കും? 6 × 3 അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി 6 × 3. 6 ഗുണിക്കണം 3. അടുത്ത ചോദ്യം, 396 എന്ന വീട്ടു നമ്പർ എഴുതിയിരിക്കുന്നത് ഏത് വീട്ടിലാണ്? എളുപ്പമല്ലേ? ഓപ്ഷൻ എ 396 എന്ന് എഴുതിയിട്ട് കാണുന്നുണ്ടല്ലോ. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വ്യത്യസ്ത ദിവസങ്ങളിൽ ഒരു ലൈബ്രറി സന്ദർശിച്ച ആളുകളുടെ എണ്ണം ചുവടെ കാണിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കുറേ ആളുകൾ കാണിച്ചിട്ടുണ്ട്, ചൊവ്വാഴ്ച കാണിച്ചിട്ടുണ്ട്, ബുധൻ, വ്യാഴം, വെള്ളി. ചോദ്യം ഇതാണ്, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈബ്രറിയിൽ വന്നത്? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? തിങ്കളാഴ്ച അല്ലേ കൂടുതൽ ആളുകൾ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി തിങ്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിൽ 3 രൂപയുണ്ട്. ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ 2 സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം. ഏതൊക്കെയാണ് വാങ്ങാൻ കഴിയുക? പേപ്പർ ക്ലിപ്പിന് 4 രൂപ, ബോൾ പേന 2 രൂപ, പെൻസിൽ 1 രൂപ, സ്കെയിൽ 3 രൂപ. ഓപ്ഷൻ എ പേപ്പർ ക്ലിപ്പും ബോൾ പേനയും. അപ്പോൾ അത് സാധിക്കൂല അല്ലേ? 3 രൂപയുടെ കയ്യിലുള്ളൂ. പേപ്പർ ക്ലിപ്പിന് തന്നെ 4 രൂപയുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നറിയാം. രണ്ടാമത്തെ പേപ്പർ ക്ലിപ്പും പെൻസിലും, അതും ശരിയാവില്ല. സി പെൻസിലും സ്കെയിലും. പെൻസിലിന് 1 രൂപയാണ്, സ്കെയിലിന് 3 രൂപയാണ്. അപ്പോൾ 4 രൂപയായി. 3 രൂപയേ കയ്യിലുള്ളൂ. അടുത്ത നോക്കാം, ബോൾ പേനയും പെൻസിലും. ബോൾ പേനയ്ക്ക് എത്രയാണ് വില? 2 രൂപ, പെൻസിലിന് 1 രൂപ. 3 രൂപയായല്ലോ. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ബോൾ പേനയും പെൻസിലും. അടുത്ത ചോദ്യം, പല അളവുകളിൽ വെള്ളം നിറച്ച ഗ്ലാസുകളുടെ ചിത്രമാണ് ചുവടെയുള്ളത്. പല അളവിൽ വെള്ളം നിറച്ച ഗ്ലാസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കുറവ് വെള്ളമുള്ളതിൽ നിന്നും ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് വരെ ക്രമമായി അടുക്കുന്നത് എങ്ങനെയാണ്? കുറവിൽ നിന്ന് കൂടുതലിലേക്ക്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 2, 4, 3, 1. രണ്ടാമത്തേതിൽ ഏറ്റവും കുറച്ചാണ് ഉള്ളത്. നാലാമത്തേതിൽ അതിനേക്കാളും കൂടുതലാണ്. മൂന്നാമത്തേതിൽ അതിനേക്കാളും കൂടുതലാണ്. ഒന്നാമത്തേതിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ന് ശരിയെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലേ? ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, മുകളിൽ കാണിച്ചിരിക്കുന്ന പുസ്തകത്തിനും സഞ്ചിക്കും കൂടി ആകെ വില എത്രയാണ്? പുസ്തകത്തിന് 250 രൂപ എഴുതിയിട്ടുണ്ട്, ബാഗിന് 321 രൂപ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആകെ കാണാൻ വേണ്ടി 250 കൂട്ടണം 321 എത്രയായിരിക്കും? 571 അല്ലേ? ഉത്തരം ഓപ്ഷൻ ഡി 571. നെക്സ്റ്റ്, 15 ലഡുവുണ്ട്. ഒരു പെട്ടിയിൽ 4 ലഡു വീതം വെക്കണം. ഒരു തളികയിൽ 15 ലഡുവുണ്ട്, അതിനെ 5 ലഡു വീതം പെട്ടിയിൽ വെക്കണം. എങ്കിൽ തളികയിലെ ലഡുവെല്ലാം നിറക്കാൻ എത്ര പെട്ടി വേണം? എങ്ങനെ കണ്ടെത്താം? 15 ഹരിക്കണം 5 അല്ലേ? 15 ഹരിക്കണം 5 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ എത്ര പെട്ടി വേണ്ടി വരും? 3 പെട്ടികൾ. ഓപ്ഷൻ സി 3 പെട്ടികൾ. താഴെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളിൽ വൃത്തം ഏതാണ്? വൃത്തം ഏതാണ്? വട്ടം അല്ലേ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിൽ 700 ലിറ്റർ വെള്ളമുണ്ട്. കുറച്ച് വെള്ളം ഉപയോഗിച്ചു. ഇപ്പോൾ ടാങ്കിൽ 275 ലിറ്റർ വെള്ളം അവശേഷിക്കുന്നു. എങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്? എങ്ങനെ കണ്ടെത്താം? 700 ലിറ്റർ വെള്ളം ആകെ ഉണ്ടായി. അതിലേത്തെ കുറച്ച് വെള്ളം ഉപയോഗിച്ചു. ഇപ്പോൾ ബാക്കിയുള്ളത് 275 ലിറ്ററാണ്. ഇനി എത്ര ലിറ്ററാണ് ഉപയോഗിച്ചു എങ്ങനെ കണ്ടെത്താം? ഈ 700-ൽ നിന്ന് 275 കുറക്കുക. അപ്പോൾ 700 കുറക്കണം 275 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 425. അടുത്ത ചോദ്യം, ചുവടെയുള്ള ക്രമത്തിൽ അടുത്ത രൂപം എന്തായിരിക്കും? ത്രികോണം, വട്ടം, ചതുരം, ത്രികോണം, വട്ടം, ചതുരം, ത്രികോണം. അടുത്തെന്തായിരിക്കും? വട്ടം അല്ലേ? ഓപ്ഷൻ ബി വട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ഏത് വസ്തുവിനാണ് 3 സെൻറ്റിമീറ്റർ നീളമുള്ളത്? ഓപ്ഷൻ സി തീപ്പെട്ടിക്കൊള്ളി അല്ലേ? ചിത്രം നോക്കി നോക്കാം ശരിക്കോ, അപ്പോൾ മനസ്സിലാവും. ഉത്തരം ഓപ്ഷൻ സി തീപ്പെട്ടിക്കൊള്ളി. അടുത്ത ചോദ്യം, തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതുക. 12, 16, 20, 24. അടുത്ത എത്രയാണ്?
12നോട് എത്ര കൂട്ടിയാൽ 16 കിട്ടും? 12 കൂട്ടണം 4 16, 16 കൂട്ടണം 4 20, 20 കൂട്ടണം 4 24. അടുത്ത സംഖ്യ എത്രയായിരിക്കും? എല്ലാം 4 കൂട്ടി എഴുതണം അല്ലേ? 24 കൂട്ടണം 4 28, 28 കൂട്ടണം 4 32. അത് ഓപ്ഷനിൽ ഉണ്ടാവും നോക്കാം. ഓപ്ഷൻ ഡി 28, 32 ശരി ഉത്തരം. അപ്പോൾ വില 5 രൂപ. ഇത്തരം 4 പെൻസിലുകൾ എത്ര രൂപയാകും? 4 പെൻസിലുകൾക്ക് എത്ര രൂപയാകും? ഒരു പെൻസിലിൻ്റെ വില 5 രൂപയാണെങ്കിൽ 4 പെൻസിലുകൾക്ക് 5 ഗുണിക്കണം 4 സമം 20. ഉത്തരം ഓപ്ഷൻ ബി 20. ഇതിൻ്റെ PDF ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് മക്കളെ കൊണ്ട് ചെയ്യിക്കുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, മക്കളെ കൊണ്ട് എഴുതി പഠിപ്പിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.